ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് കാർഡ് എംപററാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ട്രാൻസിഷൻ ഫേസിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് എംപറർ എനർജി പറയുന്നത്. അതായത് നിങ്ങളൊരു സ്ട്രക്ചറിലേക്ക് വരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സ്ട്രക്ചറില്ലായ്മയെക്കുറിച്ചൊക്കെ ബോധവാന്മാരാവുന്നത് ഇപ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സ്ട്രക്ചർ വേണം എന്നാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എംപറർ എനർജി പറയുന്നത്. അതുപോലെ ഇതൊരു നമ്മുടെ ഹയർ അതോറിറ്റീസ് നമുക്ക് മാർഗനിർദ്ദേശം തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിട്ടുള്ള സമ്പർക്കത്തിൽ വരിക, മറ്റുള്ള ആളുകളുടെ ഈഗോ നമ്മളിലേക്ക് പ്രയോഗിക്കപ്പെടുക, ഇതൊക്കെയാണ് എംപറർ എനർജി പറയുന്നത്. പിന്നെ യൂണിഫോം ജോബ്സ് ഉള്ള ആളുകളുമായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു എൻകൗണ്ടർ വരാനൊക്കെ സാധ്യതയുണ്ട്. അതായത് കോടതി കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കവിടെ ഒരു അവരുമായിട്ടുള്ളൊരു എൻകൗണ്ടർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പോലീസ്, അങ്ങനെയുള്ള ഒരുപാട് യൂണിഫോം ജോബ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു എൻകൗണ്ടർ വരാൻ സാധ്യതയുള്ളതാണ് എംപറർ എനർജി പറയുന്നത്. മറ്റുള്ള ആളുകളുടെ നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കാൻ നമ്മൾ പോയി നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്നാണ്. നമ്മളിൽ ഒറ്റപ്പെട്ടു പോവുക, നമ്മുടെ ഇമോഷണലി നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുക, നമുക്ക് മറ്റൊന്നിനോടും ഒരു താല്പര്യം തോന്നാത്ത വിധം നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടുക എന്നൊക്കെയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ തന്നെ പണത്തിന് ആവശ്യമുണ്ട്, പക്ഷേ പണം നമുക്ക് വേണ്ടുന്ന അത്ര പണം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആ പണത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു എനർജിയും കൂടിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം നമ്മളിലില്ലാത്തൊരവസ്ഥ, സ്ട്രഗിൾ ചെയ്യുക എന്നുള്ളതാണ്. മൈസറാണ്. ചിലപ്പോൾ നമ്മളിന്ന് കൊച്ചു കാര്യങ്ങൾ ചെയ്യാതെ പിടിച്ചു വെക്കുകയും വലിയ വലിയ കാര്യങ്ങളിൽ പണം കൊണ്ട് സ്പെൻഡ് ചെയ്ത് കളയുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പണം ചിലവാക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മാത്രമല്ല ഇത് ഇമോഷണലി കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇയാൾ സ്വന്തമായിട്ടൊരു സെക്ലൂഡഡ് ലൈഫിലേക്ക് മാറിപ്പോകുന്നത് പോലെ കാണുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് സോഡ്സ് ആണ്. പാസ്റ്റിലത്തെ ഒരു ചതിയാണിത്. അതായത് മുൻപ് നിങ്ങൾ കേട്ടിട്ടുള്ള ചതി, ആ ചതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. ഈ പാസ്റ്റിലത്തെ ചതി എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ ചിലപ്പം ഒരുപാട് ട്രോമയിലൂടെ കൊണ്ടുപോയിട്ടുള്ള ആളായിരിക്കാം നിങ്ങൾ, അത് അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ പിന്നെയുള്ള വരവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ആ ആളുകൾ അവർ ഒരിക്കൽ ചതിച്ചവർക്ക് വീണ്ടും ചതിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ വന്നാൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല. പിന്നെ നമ്മൾ ആ ചതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ ഇന്ന് വീണ്ടും ഒരു ചതി നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു എനർജിയും കൂടിയാണ് 7 ഓഫ് സോഡ്സ് പറയുന്നത്. അതായത് ചതിക്കുക മീൻസ് മോഷ്ടിക്കപ്പെടുക, നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മറ്റുള്ളവർ മോഷ്ടിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മോശം അപവാദങ്ങൾ പറഞ്ഞു പരത്തുക. പിന്നെ ചതി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ചുളുവിലയ്ക്ക് തട്ടിയെടുക്കുക. അതും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ അല്ലേ, അങ്ങനെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പറ്റിക്കപ്പെട്ടതാണ്, ചതിക്കപ്പെട്ടതാണ്, മറ്റുള്ളവരുടെ പ്രേരണയാൽ നമ്മൾ പലതും ചെയ്തു പോയി, ചതിക്കപ്പെട്ടു പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് 7 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഒരു ചതി മണക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ക്വീൻ ഓഫ് വാൺസ് ആണ്. ഇത് നമ്മുടെ ചിന്ത വളരെ വലിയൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ പോലെ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല, സാധാരണ രീതിയിലുള്ള ഒരു തലമല്ല നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു എനർജിയാണ്. വളരെ മദർലി അഫെക്ഷൻ ഉള്ളൊരു ദിവസമായിരിക്കും. വളരെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ. അതായത് ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെ കടന്ന് ഉരുക്ക് വനിതകളായിട്ടുള്ള സ്ത്രീകളുടെ എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അവർ ഭയങ്കര ബോൾഡായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അവരുടെ ചിന്ത, അവരുടെ തോട്ട് പ്രോസസ്സൊക്കെ വേറെ ആയിരിക്കും. അത്തരത്തിലുള്ളൊരു തോട്ട് പ്രോസസ്സിൽ കൂടെ നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളുടെ ചിന്താഗതികൾ കൂടുതൽ വ്യത്യസ്തങ്ങളാവുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എനർജി കൂടിയാണ് ക്വീൻ ഓഫ് വാണ്ട്സ്. കുറച്ച് മദർലി അഫെക്ഷൻ ഇന്ന് കൂടുതലായിരിക്കും. ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത കുറേ സത്യങ്ങൾ നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും.
നിങ്ങൾ ഡിവൈൻലി കൂടുതൽ കണക്റ്റഡ് ആണ്. നിങ്ങൾ ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് ട്രോമാറ്റിക് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ വല്ലാതെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കണക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇന്ന് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ എന്താണോ അറിയേണ്ടുന്ന സത്യം, ഈ സമയത്ത് നിങ്ങൾ എന്താണോ അറിയേണ്ടത് ആ സത്യം നിങ്ങൾക്ക് നിങ്ങളിലൂടെ തന്നെ വെളിവാകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളിന്നൊരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയെ മീറ്റ് ചെയ്യാനും അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കാനും സാധ്യതയുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ റിവീൽഡ് അല്ലാത്ത രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് റിവീൽഡ് ആവാനും സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും എനർജീസ്, അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ ഫോൺ കോൾസ് ആയിരിക്കാം, ചിലപ്പോൾ അവരെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരോട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലെ ഒരു മദർലി അഫെക്ഷൻ കൂടുതൽ വെളിവാകുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഹീറോഫൻ്റ് ആണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ മെയിൽ കൗണ്ടർ പാർട്ടാണ് ഹീറോഫൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഫീമെയിൽ സ്പിരിച്വൽ ഗുരു ആണെങ്കിൽ ഇത് മെയിൽ സ്പിരിച്വൽ ഗുരുവാണ്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസ് അതിനെ മുറുകെ പിടിക്കുന്ന ആളാണ് ഈ ഹീറോഫൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പാരമ്പര്യവാദി എന്ന് പറയത്തില്ലേ, അതാണ് ഈ ഹീറോഫൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹീറോഫൻ്റിൻ്റെ കാർഡ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിയമപരമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിലൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. നിയമത്തെ പേടിക്കുക, സമൂഹത്തെ പേടിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഒരു പേടി നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു സ്പിരിച്വൽ മീൻസ് സ്പിരിച്വൽ മാത്രമാവണമെന്നില്ല, സാമുദായിക നേതാവായിരിക്കാം, മതപരമായിട്ടുള്ള നേതാവായിരിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു കാര്യസാധ്യം നടത്തുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഹീറോഫൻ്റ് എന്ന് പറയുന്നത്. ഒരു മധ്യസ്ഥ ചർച്ചയിൽ നിങ്ങളൊരു കാര്യം സോൾവ് ചെയ്തെടുക്കുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പ്, പിന്നെ വിഗ്രഹപ്രതിഷ്ഠ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കാവുകൾ പോലുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള ഇടങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ 7 ഓഫ് കപ്സ് ആണ്. എന്നും ചെയ്യുന്നതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് സംഭവിക്കുന്നുണ്ട്. മൾട്ടി ടാസ്കിങ്ങിൻ്റെ ദിവസമാണ്. മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിന്ന് പല കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബിസി ഡേ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്, നിങ്ങളിലൂടെ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു ഉണ്ടെന്നാണ് 7 ഓഫ് കപ്സ് പറയുന്നത്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നതാണ് 7 ഓഫ് കപ്സ്. ടവറാണ്, ഒരു പൊട്ടിത്തെറിയാണ്, ഒരു സഡൻ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ആയിരിക്കാം, സഡനായിട്ടുള്ളൊരു വീഴ്ചയായിരിക്കാം, ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു വാർത്ത കേൾക്കുന്നതായിരിക്കാം, നിങ്ങൾ ഇമോഷണലി വല്ലാതെ ഡൗൺ ആക്കി കളയുന്ന എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കാം. ഒരു ടവറുണ്ട്, വഴക്കായിരിക്കാം, പെട്ടെന്ന് നിങ്ങളിൽ കൺട്രോൾ പോകുന്ന ഒരു കാര്യം, പെട്ടെന്ന് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നതാണ് ടവർ എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചുമാണ് ടവർ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഷോക്കിംഗ് ന്യൂസുകൾ കേൾക്കുന്നതാവാനും സാധ്യതയുണ്ട്. ലാസ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ് ആണ്. ഈ ബന്ധങ്ങളിലൊന്നും വലിയ കാര്യമില്ല, ഇമോഷൻസ് എല്ലാവരോടും ഇമോഷണലി കണക്റ്റ് ആയിട്ടിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ നമ്മൾ ഇമോഷണലി ഡിസ്കണക്റ്റ് ആവത്തില്ലേ, അതാണ് ഇമോഷണൽ ഡിസ്കണക്ഷനാണ് 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഈ വൈകാരികമായിട്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് പുറത്തേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ആദ്യമേ ആ 4 ഓഫ് പെൻറ്റക്കിൾ കിട്ടിയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇമോഷണലി ഒറ്റയ്ക്കായിരിക്കാൻ ആഗ്രഹിക്കുക, ഒറ്റപ്പെട്ട പോലെ ഇരിക്കുക, തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുക. നമ്മളെ സമാധാനിപ്പിക്കാനായിരിക്കും ആളുകൾ ശ്രമിക്കുന്നത്, പക്ഷേ നമുക്ക് ആ സമാധാനിപ്പിക്കുന്ന ആളുകളെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. വെറും ഒറ്റപ്പെടൽ, വെറുതെ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഡിസ്കണക്ഷനാണ്. അപ്പോൾ ആരോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് തോന്നാൻ സാധ്യത ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഡിസ്കണക്ഷൻ തോന്നാൻ ആണ് സാധ്യതയായിട്ട് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നതുപോലെ തിരിച്ചെടുക്കുക. ഇതുവരെ ഗിവർ ആയിരുന്നെങ്കിൽ ഇനി മുതൽ ടേക്കറാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്നത് പോലെ തന്നെ അങ്ങോട്ട് പോവുക. ഇപ്പോൾ പണമൊക്കെ ആണെങ്കിൽ വന്നു, അത് അവിടെ നിന്നെടുത്ത് ഇവിടെ വെക്കുക, ഇവിടെ നിന്നെടുത്ത് അവിടെ വെക്കുക, കഴിഞ്ഞു. അതുപോലുള്ളൊരു എനർജിയാണ്. എന്തിങ്ങോട്ട് കിട്ടുന്നു അത് അതുപോലെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്
6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അത് അർഹതയുള്ള ആളുകൾക്കായിരിക്കണം എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.